എപ്പോഴും എന്ത് കാര്യം പറയുമ്പോഴും നമുക്കൊരു ഉപമ പറഞ്ഞാലാണ് അതിന് കണക്ട് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം. അപ്പൊ ആദ്യം തന്നെ ഒരു പാരബിൾ പറഞ്ഞു തുടങ്ങാണ്. ഒരു സ്ഥലത്ത് 4 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവർക്ക് 4 പേർക്കും കണ്ണ് കാണില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കും ഒരു ദിവസം നാട്ടിലൊരു ആന എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവരാരും ആനനെ കണ്ടിട്ടോ തൊട്ടറിഞ്ഞിട്ടോ ഒന്നുമില്ല. അപ്പൊ ശരി, നമുക്ക് എല്ലാവർക്കും കൂടി പോയി ആന എന്താന്ന് അറിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ് പോയി നോക്കി. ചെന്ന് നോക്കി ഓരോ ആൾക്കാരും ഓരോ സ്ഥലത്താണ് പോയി നിന്നത്. ആനയുടെ ഒരാൾ ചെവിയുടെ ഭാഗത്താണ്. അയാൾ പറഞ്ഞു ആന മുറം പോലെയാണ്. കാലിന്റെ ഭാഗത്ത് നിന്ന് ആൾ പറഞ്ഞു ആന തൂണ് പോലെയാണ്. തുമ്പക്കൈ തൊട്ടാക്കിയാൾ പറഞ്ഞത് പാമ്പിനെ പോലെ ഉണ്ടല്ലോ. വാല് തൊട്ടാക്കിയാൾ പറഞ്ഞു ഇത് കയറ് പോലെയാണ്. അവരുടെ ഓരോരുത്തരും തൊട്ടറിഞ്ഞ സത്യമാണ് അവരുടെ ഉള്ളിൽ സത്യം. കാരണം നമ്മൾ എന്താണ് തൊട്ടറിയുന്നത് അതാണ് നമുക്ക് സത്യം. അപ്പൊ നമുക്ക് തോന്നി ഇത്രയും കാലമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ നമ്മളോട് നുണ പറയണോ? ഞാൻ തൊട്ടറിഞ്ഞ സാധനം ഇങ്ങനല്ലേ, പിന്നെ എന്താവാ അങ്ങനെയാന്ന് പറയുന്നത്. അങ്ങനെ ഒരു തൊട്ട് വന്നു. അങ്ങനെ അവർ തമ്മിൽ വഴക്കായി, ഭയങ്കര പ്രശ്നമായി. അപ്പൊ അത് കൂടെ നടന്നുപോയ അയാൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആനയുടെ ഓരോ ഭാഗത്താണ് നിൽക്കുന്നത്. നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷെ അതെല്ലാം കൂടി ചേർന്നാണ് ശരിക്കും ആന. അത് പറഞ്ഞ് ഓരോരുത്തരും എന്താണോ മനസ്സിലാക്കിയത് അത് പരസ്പരം നോളജ് ഷെയർ ചെയ്ത് എന്താണ് ശരിക്കും ആന എന്നുള്ളത് റിയലൈസ് ചെയ്യാണ്. അപ്പൊ ഈ സ്റ്റോറി എന്തിനാ ഞാൻ പറയുന്നത് വെച്ചാല് നമ്മുടെ പർപ്പസ് ആൻഡ് വാല്യൂസിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് മ്യൂച്വൽ സപ്പോർട്ട് ആൻഡ് നോളജ് ഷെയറിങ്. നമ്മൾ ഓഫീസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ടൈം ഇവിടെ ജോയിൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് നമ്മൾ ഈ ഹോം സിക്നെസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഒരു ഓഫീസിൽ വരുമ്പോൾ നമുക്ക് അതൊന്ന് അഡാപ്റ്റഡ് ആവാനുള്ളൊരു ടൈം എന്തായാലും വേണ്ടി വരും. ആ സമയത്ത് ഞാൻ വന്നപ്പോഴാണെങ്കിലും എനിക്ക് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് എൻ്റെ കൊളീഗ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ ഹെഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നോക്കാൻ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമ്മൾ ഈ ഓഫീസിൽ അങ്ങോട്ട് ലേറ്റ് ചേരാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്നു, ഞാൻ എൻ്റെ കാര്യം നോക്കുന്നു അതിൽ പോവുകയാണെങ്കിൽ അതൊരിക്കലും സാധ്യമല്ല. അതുപോലെ തന്നെ നോളജ് ഷെയറിംഗ് ആണെങ്കിൽ ഒരറിയാത്തൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്കത് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. എനിക്കറിയാവുന്ന കാര്യം വേറൊരാൾക്ക് അറിഞ്ഞോളുന്നില്ല, വേറൊരാൾക്ക് അറിയാവുന്ന കാര്യം എനിക്ക് അറിഞ്ഞോളുന്നില്ല. കോപ്പി റൈറ്റിങ്ങിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഡിസൈനേഴ്സ് ഒക്കെ ആയിരിക്കും പറഞ്ഞുതരാം ഈ കോപ്പി നന്നല്ല, ഇത് ഇങ്ങനെ ചെയ്താലായിരിക്കും നന്നായിട്ട് ഉണ്ടാവാന്ന് പറഞ്ഞുതരാം. അത് നമുക്ക് ആരുടെ കെട്ടാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വലിയ ആളാണോ ചെറിയ ആളാണോ എക്സ്പീരിയൻസ്ഡ് ആണോ അല്ലേ എന്നുള്ളതിലല്ല, നമുക്ക് എവിടെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് നമുക്ക് പറയാൻ പറ്റാത്ത, എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ ഓരോരുത്തരുടെയും നോളജ് നമുക്ക് വിലപ്പെട്ടാണ്. നമ്മൾ സെൽഫിഷ് ആയിട്ടല്ല, സെൽഫ്ലെസ് ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യേണ്ടത്. നമ്മളൊരു ടീമാണ്. ഒരു ടീം എന്ന് പറയുമ്പോൾ ഓരോ ഇൻഡിവിജ്വലും കൂടി ചേർന്നതാണ്, പക്ഷെ ഒരൊറ്റ ഇൻഡിവിജ്വൽ മാത്രമല്ല. മ്യൂച്വൽ സപ്പോർട്ടും നോളജ് ഷെയറിങ്ങും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിപ്പോ ചിലപ്പോൾ നമുക്ക് പേഴ്സണലി ആവാം, ഫിനാൻഷ്യലി ആവാം. നമുക്ക് വയ്യാത്തൊരു സമയത്ത് ഇപ്പൊ ലീവ് എടുക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആള് ഇത് കുഴപ്പമില്ല, ഇന്നത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിന്റെ വർക്കും കൂടെ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നതും എല്ലാം ഭയങ്കര സപ്പോർട്ടിങ് ആണ്. പർപ്പസ് ആൻഡ് വാല്യൂസ് എടുക്കാന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയതും പറയണമെന്ന് തോന്നിയതുമായ വിഷയമായതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത്. താങ്ക് യു.